ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എവിടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിപാളി. വണ്ടി വളയ്ക്കാൻ പറ്റത്തില്ല. നോക്കട്ടെ. ഞാനൊന്ന് നോക്കട്ടെ അവൻ്റെ നടക്കുക. അമീഗോ ജാ സളിയേ, അമീഗോ അമീഗോ സൈഡ് അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡ് പോയാ അപ്പോൾ കൂട്ടുകാരെ നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോ ഏതിലാണ് ഇതിന്റെ പുറത്തോട്ട് പോവുക എന്നെനിക്ക് അറിയില്ല. En 300 metros, gira a la derecha en Temple. ഇത് തന്നെയാണ് എൻ്റെ ഔട്ട്. എന്നതാ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് ഒരു ചെറിയൊരു എയർപോർട്ടാണ്. ഇതാണ് ഈ പറഞ്ഞ എയർപോർട്ട്. എനിക്കിന്ന് കാലത്ത് നെതർലാൻഡ്സിൽ ഒരു സ്ഥലത്ത് ലോഡ് ഇറക്കാണ്ടായിരുന്നു. ആ ലോഡ് കയറ്റി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എയർപോർട്ടിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ നമ്മളങ്ങനെ എയർപോർട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനൊരു കോഡ് നമ്പറൊക്കെ അടിക്കണം. ഇത് അടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കയറിയിട്ട് ഒരു പലറ്റ് കയറ്റി, ചെറിയൊരു പലറ്റ് അത് കയറ്റി കഴിഞ്ഞപ്പോൾ അതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത് കെട്ടണ രീതിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നേരെ സ്പെയിനിലേക്ക് വിട്ടോളാൻ. ആ ഒരു പലറ്റായിട്ട് എന്താ സംഭവം എന്നറിയില്ല. ഇവിടെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇവിടെ ഏതൊരു കോതീകോ അടിക്കണം. ഈ വണ്ടികളെല്ലാം അതിനു വേണ്ടി കിടക്കണതാ. ഇത് നമ്മുടെ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക് നമ്മുടെ വണ്ടി നമ്പർ അവരവിടെ ഇത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കയറാനും പറ്റി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ വേറെ എന്തൊരു സംഭവം നമുക്കറിയില്ല. എന്നോട് പറഞ്ഞു നേരെ വിട്ടോളാൻ പറഞ്ഞു സ്പെയിനിലേക്ക്. ഇത്ര തന്നെ കാര്യം. ഇവിടെ നിന്ന് ഏകദേശം 2500 കിലോമീറ്റർ ഒരു പലറ്റുമായിട്ട്. ആദ്യം ഞാൻ ഇങ്ങനെ പോണേ. കോവിഡിൻ്റെ സമയത്ത് പോയിരുന്നു, സംഭവമൊന്നുമില്ലാണ്ട്. പിന്നെ കുറേ സമയത്ത് മെഡിക്കലിൻ്റെ സാധനങ്ങൾ സ്പെയിനിലേക്ക് കൊണ്ടുപോയിട്ടായിരുന്നു, ജർമ്മനിയിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട്. അതും ഓടിയിട്ടുണ്ടായിരുന്നു കോവിഡിൻ്റെ സമയത്ത്.
അല്ലാണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം. എനിവേ, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിട്ട് കാരണം എന്ന് വെച്ചാൽ, ഒരു കാരണം ഞാൻ ആലോചിക്കുന്നത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം വന്നിട്ട് പോരണേക്കാളും മുമ്പ്, അതായത് ബുധനാഴ്ച, ചൊവ്വാഴ്ചയാണ് ഞാൻ വണ്ടി എടുത്തത്. ബുധനാഴ്ച എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുധനാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ലോഡ് നോക്ക്, ബുധനാഴ്ച കാലത്ത് എനിക്ക് ഹോസ്പിറ്റലിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരതനുസരിച്ചാണ് ലോഡ് ചെയ്യുക. അപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച കാലത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തെങ്കിലും തരത്തിൽ ഇത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് എനിക്ക് തന്നേക്കണം എൻ്റെ ടോക്കൺ. അപ്പോൾ അത് എന്നോട് പറഞ്ഞു, അത് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഒരു 6 മാസം മുമ്പ് എടുത്തേക്കണ സംഭവമാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എങ്ങനെയെങ്കിലും ഒന്ന് ശ്രമിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു നേരെ ഹോസ്പിറ്റലിൽ പോയി. എമർജൻസിയാണ്, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട്. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇത് മാറ്റണം, നാളേക്ക് വരാൻ പറ്റുമെന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ അപ്പോൾ ഉണ്ടായ ഡോക്ടർ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ എന്നെ നോക്കണ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നമാതിരി കാര്യമുണ്ട്, പുള്ളിക്ക് നാളെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കയറ്റി വിടാൻ പറഞ്ഞു. അങ്ങനെയാണ് ചെക്കപ്പ് കഴിഞ്ഞു. അപ്പോൾ കയറ്റി പോണ സമയത്ത് തന്നെ, കയറി പോണ സമയത്ത് തന്നെ ഞാൻ കമ്പനിക്ക് മെസ്സേജ് ചെയ്തു, ഇന്ന് വൈകിട്ട് ഞാൻ ഇറങ്ങാം, എൻ്റെ സമയം മാറ്റി എന്നും പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ പേരിൽ എനിക്ക് സിംഗിൾ ലോഡ് സ്പെയിനിൽ നിന്ന് ഇവിടെ സിംഗിൾ ഇറക്കാനായിട്ടും, അതുപോലെ തന്നെ അതുകൊണ്ടായിരിക്കണം ഈ ലോഡ് എനിക്ക് തന്നെ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഇനി വണ്ടി ഓടിക്കാനായിട്ട് 11.5 മണിക്കൂറുള്ളൂ ഈ ആഴ്ചയിൽ. ഇന്ന് വന്നിട്ട് വെള്ളിയാഴ്ചയാണ്. എന്താണ് ബാക്കി കോമഡിന്നൊന്നും അറിയില്ല, ബാക്കിയെല്ലാം പറഞ്ഞോളൂ വെച്ചിട്ട്. പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഫ്രാൻസിൽ വെച്ചിട്ട് ചെക്കിങ്ങിന് വണ്ടി പിടിച്ചു. എന്നിട്ട് അവർ സംഭവമൊക്കെ അഴിച്ച് എൻ്റെ ക്യാബിനൊക്കെ കയറി ചെക്ക് ചെയ്ത് വശക്കേടാക്കി കളഞ്ഞു ടീമുകൾ. ഇവിടെ വന്നിട്ട് സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 70. അതിൻ്റെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ മൊബൈലിലെ മാപ്പ് വയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ വേണ്ട പണിയാണ്. അപ്പോൾ കൂട്ടുകാരെ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. സാധാരണ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരായിരുന്നാലും ഇങ്ങനെ നമ്മൾ കമ്പനിയിൽ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോവില്ല, ഇല്ല എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുള്ളൂ. അതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ പണിക്ക് നിൽക്കാറില്ല, മാറ്റാൻ പറ്റി കഴിഞ്ഞാൽ മാറ്റാത്ര തന്നെ. ഇത് അടുത്ത കോളുവിന്. അപ്പം ഞാൻ കമ്പനിയിലേക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഒരു പലറ്റുള്ളൂ, അതും വെച്ചിട്ട് ഇതാണ്. അപ്പോൾ പറഞ്ഞു ആമസോൺ പറഞ്ഞേക്കണത് ഈ ഒരൊറ്റ പലറ്റ് അല്ലാണ്ട് വേറെ ഒന്നും വണ്ടിയിൽ കയറ്റരുത്, അത് സീൽ ചെയ്ത് വേണം കൊണ്ടുവരാനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അതാണ് അപ്പം സംഭവം. അപ്പം എന്തായിരുന്നാലും വേറെ ഇനി സംസാരങ്ങൾക്ക് ഇതില്ല. അപ്പോൾ അങ്ങനെ കൂട്ടുകാരെ വിശേഷങ്ങൾ. നമുക്കപ്പം ഇനി ഇവിടെ നിന്ന് നേരെ, ഇപ്പോൾ സമയം രാവിലെ 10:20. ഈ വഴിയെ പറ്റി എനിക്ക് വ്യക്തമായിട്ട് ധാരണയില്ല, ഇല്ലെങ്കിൽ കാലം കൊടുത്ത് പോയതിന്. ഇവിടെ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 80 ആണ്. പക്ഷെ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അതാണ് ഈ ഒരു നെതർലാൻഡ്സ് വണ്ടിയുമാണ്. എനിവേ, ഇന്നപ്പോൾ ഇന്ന് വേണ്ട, നാളെ ഇവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ ഭംഗിയായിട്ട് അവിടെ എത്താം. ഈ പലറ്റിൻ്റെ ഇതെന്തിനാ അതും കൂടെ പറഞ്ഞുതരാം.
അപ്പോൾ അവരെന്നോട് പറഞ്ഞു തന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലറ്റ് അത് നമ്മൾ ഇപ്പോൾ സാധാരണ രീതിയിൽ ഫ്രീ പോലെ നമ്മൾ ഉപയോഗിക്കുന്നത് ബാറുകളാണ്. ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടാവും ടൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ടൈറ്റ് ചെയ്യുന്നൊരു സംഭവം ഇങ്ങനെ ഒരു ബെൽറ്റ് പോലത്തെ ആ സംഭവം ഇടാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സംഭവം ഉണ്ടോയെന്നാണ് എന്നോട് വന്നപ്പോൾ ആദ്യം ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പ്ലാസ്റ്റിക് ടൈപ്പ് വണ്ടിയല്ല, ഇത് വന്നിട്ട് ഫ്രീഗോ ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇല്ല, അത് ഇടാണ്ട് ലോഡ് കയറ്റാൻ പറ്റില്ല. കാരണം അത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആ പലറ്റ് അവർ തിരിച്ചയക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്പെയിനിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചയക്കുമോ? ആമസോൺ അയക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അയച്ചിട്ടുണ്ടെന്ന്. ലണ്ടൻ, അതുപോലെ തന്നെ ലോണ്ട്രസ് എന്ന് പറയും ഇവിടെ, ഇത് UK ലണ്ടനിലേക്ക് പോയൊരു പലറ്റ്, അതുപോലെ തന്നെ ഇറ്റലിക്ക് പോയ പലറ്റ് അത് തിരിച്ചയച്ചു വന്നു. അതുപോലെ തന്നെ കെട്ടാൻ പറ്റുള്ളൂ, വേറെ ഒന്നും വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അതുപോലെ വെച്ചു. അത് വെക്കണതിനൊരു രീതിയുണ്ട്, സെൻറ്ററിൽ മാത്രമേ ആ പലറ്റ് വയ്ക്കുള്ളൂ. സംഭവങ്ങളൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി നേരെ ഈ പറഞ്ഞ സ്ഥലത്ത് ഇപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നറിയില്ല. അപ്പോൾ ഇത് ആംസ്റ്റർഡാമാണ് ഈ കണ്ടത്. നമ്മളിപ്പോൾ പോകുന്നത് ആംസ്റ്റർഡാമിൻ്റെ തൊട്ട് താഴെയാണ്. ഇവിടെ നിന്ന് നാളെ കഴിഞ്ഞ് മറ്റന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ ഡയറക്റ്റ് ലോഡ് ഇറക്കാൻ പറഞ്ഞാണ്. എനിവേ ഇന്ന് കാലത്ത് നമ്മളൊരു ഇന്നലെ ഞാൻ കിടന്ന ബെൽജിയത്തിലായിരുന്നു. ഇന്ന് കാലത്തൊരു 7:30 ആയിപ്പിക്കും ഈ പറഞ്ഞ സ്ഥലത്തെത്തി ലോഡ് ഇറക്കി. 7:15 ആയിപ്പിക്കും എത്തി. 7:15 ആയിപ്പിക്കും ലോഡ് ഇറക്കി തുടങ്ങി. അങ്ങനെ അവിടെ ലോഡ് ഇറക്കി. അത് കഴിഞ്ഞപ്പോഴേക്കും ഈ സംഭവം തന്നെ ബാക്കി വിശേഷം പിന്നെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടോളാം പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് ഈ സാധനം കയറണം. അപ്പം ഇന്ന് അവിടെ നിന്ന് നമ്മൾ ആ സാധനം പോയി കുറച്ച് കാപ്പി പോയി. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റി കൊടുത്തുനിന്ന് ഒരു കാപ്പി എടുത്തു. ഇനിയിപ്പോൾ നേരെ ബെൽജിയത്തിൽ കയറി ഒന്ന് കുളിക്കണം. അവിടെ നിന്ന് നേരെ താഴത്തേക്ക്. ഇവിടെ കുറേ വർക്കാണ് പണ്ട് എന്തായിരുന്നാലും. നമുക്കിനി നേരെ A2 കയറിയിട്ട് എനിക്ക് ഈ റൂട്ട് അങ്ങോട്ട് ക്ലിയർ ആവണില്ല. അതങ്ങടെ A2 കയറിയതിന് ശേഷം നേരെ താഴത്തേക്ക്. ഉത്രച്ചോരി വഴി നേരെ താഴത്തേക്ക്. ഇവിടെയൊക്കെ കാര്യമായിട്ട് പണി നടക്കുന്നുണ്ട്. Sitúate en uno de los dos carriles de la derecha. At the interchange Neupunt-Hollandracht, use the right 2 lanes to follow signs for A2, E35 toward Utrecht. ഉത്രച്ചിലേക്ക് ഇവിടെ നിന്ന് യെസ്. ഇതിലെ നേരെ ആംസ്റ്റർഡാം വീണ്ടും കറങ്ങി അവിടേക്ക് എത്തും. At the interchange Neupunt-Hollandracht, use the right 2 lanes to follow signs for A2 toward Utrecht.
Continue on A2 for 20 kilometers. ഓ ഇവിടെ നിന്ന് A2 ഇതിൻ്റെ കുറേ വർക്കുകൾ നടക്കുന്നുണ്ടെന്ന്. ടച്ച് വഴി A2 വഴി പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ബ്രസൽസ് വഴി. ഓക്കെ, ആൻഡ്വർപ്പൻ ബ്രസൽസ് വഴി നേരെ താഴത്തേക്ക്. ഓക്കെ ഡൺ. ഇവിടെ വന്നിട്ട് Sigue por la A2. മറ്റേ ഇത് വെച്ചിട്ടുണ്ടോന്ന് നോക്കണം. ഈ റൂട്ടിൽ ചില സമയത്ത് മറ്റേ റഡാർ വെച്ചിട്ടുണ്ട്. അത് ഏത് റൂട്ടാണെന്ന് പിടുത്തില്ല. ഇതാണോന്ന് അറിയില്ല, നോക്കണം. റഡാർ ഉണ്ടെങ്കിൽ ഇപ്പുറത്തുണ്ടെങ്കിൽ അപ്പുറത്തും ഉണ്ടാവും സാധാരണ രീതിയിൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ക്യാമറ പോലത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നേരെ 90 നിന്ന് 80 ആക്കാം. അതിൻ്റെ മുകളിലൊന്നും കാണാനില്ല. അപ്പോൾ ഇവിടെ നിന്ന് നേരെ മാസ്ട്രിച്ച് കയറി, മാസ്ട്രിച്ച് റൂട്ട് കയറിയിട്ട് അതുവരെ നേരെ ആൻഡ്വർപ്പൻ ബെൽജിയം കയറി, ബെൽജിയത്തിൽ നിന്ന് നേരെ ഫ്രാൻസ് കയറി, ഫ്രാൻസിൽ നിന്ന് വീണ്ടും സ്പെയിനിലേക്ക് ഇതേ വെച്ചേക്കണത്. അതാണ് ഈ പറഞ്ഞ സംഭവം. ഇവിടുത്തെ റോഡുകൾ വന്നിട്ട് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് ട്രക്കുകളുടെ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 80 ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. നെതർലാൻഡ്സിൽ ഹൈവേയിലും അതുപോലെ തന്നെ ലോക്കൽ റോഡിലും വന്നിട്ട് ഇതാണ് സ്പീഡ് ലിമിറ്റ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ എഴുതിയിട്ടുണ്ട് അവിടെ. അതെ, ട്രാഹെക് കോൺട്രോൾ. എൻ്റെ അർത്ഥം വന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കാണാം ക്യാമറ പോലത്തെ സാധനങ്ങൾ, ഒരു പഞ്ഞി പോലത്തെ വെച്ചിട്ട് സാധനങ്ങൾ. ഈ സംഭവമാണ് ഓരോ വണ്ടീനെയും അത് കാറ്റഗറൈസ് ചെയ്യും. ട്രക്കുകളെയും കാറ്റഗറൈസ് ചെയ്യും, അതുപോലെ തന്നെ കാറുകളെയും ഇത് ചെയ്യും. സ്പീഡ് ലിമിറ്റ് ട്രക്കുകൾ വന്നിട്ട് 80 കൂടുതലാണെങ്കിൽ ഒരു 2-3 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഈ പറഞ്ഞ സംഭവം. അതിൽ കൂടുതലാന്ന് വെച്ച് കഴിഞ്ഞാൽ 45 യൂറോ. എനിക്ക് തുടക്കത്തിലേക്ക് ആദ്യമൊക്കെ ഞാൻ നെതർലാൻഡ്സിൽ വന്നപ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നു. ഞാനപ്പോൾ വെച്ച് പടക്കുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്, പോണ വഴിക്കും വരണ വഴിക്കും. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഇപ്പം ഞങ്ങളുടെ കമ്പനി എങ്ങനെയാണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റഡാറാണോ നിങ്ങൾ ചവിട്ടിയാൽ മതി എന്നേ പറയുള്ളൂ. അപ്പം റഡാർ കണ്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് നമ്മളങ്ങനെ അടയ്ക്കണം. ആദ്യം വന്നിട്ട് കമ്പനി അടച്ചിരുന്നത്, അത് കമ്പനി അടച്ചിരുന്നപ്പോൾ കമ്പനിക്ക് അത് അടയ്ക്കാൻ കണ്ടമാനം പൈസ, ആരും ബ്രേക്ക് ഔട്ടാത്ത സിറ്റുവേഷനായി. പിന്നെ കമ്പനി അത് മാറ്റി. ഇപ്പം നമ്മൾ ഡ്രൈവർമാരെ അടയ്ക്കണം. അപ്പം അതിൻ്റെ പേരിൽ വലിയ തിരക്ക് പിടിച്ചൊന്നും പോകേണ്ട ആവശ്യകതയില്ല. പിന്നെ നമുക്ക് റൂട്ട് അറിയാവുന്നുണ്ട്. സ്ഥിരമായിട്ട് ഞാൻ വന്നത് ഇപ്പം നെതർലാൻഡ്സിലേക്കാണ്. അതായത് നെതർലാൻഡ്സിലേക്കുള്ള ഇത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 6 അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് നമുക്ക് വീട്ടിലെത്താം. ജർമ്മനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ലേറ്റ് ആവും, കാരണം അവിടെ ട്രാഫിക്കിന്റെ പ്രശ്നം കാരണം കൊണ്ട്. പിന്നെ ഈ റൂട്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ടും അടിപൊളി. താങ്ക്സ്. നമുക്ക് ഈ റൂട്ട് മതി. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ 59 16 അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ. അപ്പം നമുക്ക് എന്തായാലും ഇനി സപ്പോർട്ടിനൊക്കെ നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.